ഹലോ ഗായ്സ്, അപ്പോൾ ഡേ മൈ ലൈഫിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാവേ. ഹെൻസുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെൻസു അങ്ങ് ഉറങ്ങി. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ അടുക്കളയിൽ വന്ന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. മീൻ കറിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വറുത്തരച്ച് വെക്കാമെന്നാണ് വിചാരിച്ച്. അങ്ങനെ പെട്ടെന്ന് തേങ്ങയൊക്കെ അങ്ങ് വറുത്ത് അവിയലിനും അരിഞ്ഞ് അതിൻ്റെ കൂടെ പിന്നെ തേങ്ങ മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അങ്ങനെ അരച്ചെടുത്ത് പിന്നെ അവിയലിനൊക്കെ അരിഞ്ഞ് അതൊക്കെ അരച്ചെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിയലിനും അരച്ചെടുത്ത് പിന്നെ പെട്ടെന്ന് തന്നെ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു മീൻ കറി അങ്ങ് സെറ്റ് ചെയ്ത് അങ്ങ് അടുപ്പിലങ്ങ് ആക്കി. കാരണം അവൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ അടുത്ത് വേണം, അതുകൊണ്ട് പിന്നെ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ എൻ്റെ ഒരുവിധം ജോലിയൊക്കെ അങ്ങ് ഒതുക്കി. ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേക്കാണ് തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് പെട്ടെന്ന് തന്നെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ട് ചെയ്ത് ജാറിലിട്ട് നല്ല വിശപ്പും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അത് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുവാണ് ജാറിൽ. ഇല്ലെങ്കിൽ അതിനി ഇവിടെ വെച്ച് ആരും കഴിക്കത്തില്ല, വെറുതെ വേസ്റ്റായി പോകും. പിന്നെ അതിൽ കുറച്ച് തണുത്ത വെള്ളവും പാലും പഞ്ചസാരയും കൂടെ ഒഴിച്ച് ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ജാറിലോട്ടങ്ങ് വെച്ചു. വിശപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അടുക്കളയിലെ ജോലി ഒതുക്കിയത് കൊണ്ട് തന്നെ നല്ലൊരു ക്ഷീണവും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ തണ്ണിമത്തൻ ജ്യൂസൊക്കെ സെറ്റായി. അങ്ങനെ നമ്മുടെ അവിയലുമായി മീൻ കറിയുമായി. പിന്നെ ഞാൻ ഫിഷ് വറുത്തായിരുന്നേ, അത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ആൾ ഉണർന്നു. പിന്നെ അവളെ കുറച്ച് നേരം സെറ്റിയിൽ ഇങ്ങനെ ഇരുത്തി കളിപ്പിച്ചു. പുച്ഛഭാവത്തിലാണ് ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ചിരിക്കും ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് കളിപ്പിക്കുമ്പോൾ, അല്ലാത്തപ്പം ഗൗരവമായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലേക്ക് പോയേ. ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്നങ്ങ് വീട്ടിലേക്ക് വന്ന്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാനില്ല. പിന്നെ ഒരു ഓട്ടോ പിടിച്ച് പെട്ടെന്ന് വീട്ടിലങ്ങ് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ ഗൈസ്.